ഹലോ വ്യൂവേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത്, അപ്പോൾ ഇന്ന് എനിക്ക് സെയിലായ 3 ഐറ്റംസാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പേയ്മെൻറ്റ് ഇട്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ പാക്ക് ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഈ സെല്ലോ ടേപ്പിൻ്റെ എൻഡ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വലിയൊരു കഷ്ടപ്പാട് നിറഞ്ഞ വിഷമകരമായ ഒരു കാര്യമാട്ടം. അപ്പം ഇതിൽ ഓർഡേഴ്സ് വന്നിരിക്കുന്നത് വെച്ചാൽ എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റഗ്രാമിൽ നിന്നും വീഡിയോസ് കണ്ട് വന്ന ഓർഡേഴ്സാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഓർഡേഴ്സ് എങ്ങനെയാണ് കിട്ടുന്നത്, അതൊക്കെ നമ്മൾ നമ്മുടേതായ രീതിയിൽ നമുക്ക് എങ്ങനെയൊക്കെ വീഡിയോ ചെയ്യാൻ പറ്റുന്നോ അതുപോലൊക്കെ എടുത്ത് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ എല്ലാത്തിൻ്റെയും അൽഗോരിതവും കാര്യങ്ങളൊക്കെ സെറ്റായി വരണമല്ലോ. അപ്പം അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നമ്മൾ മാക്സിമം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കൊക്കെ ആണെങ്കിൽ ആദ്യമൊന്നും അങ്ങനെയൊന്നും ഓർഡറൊന്നും കിട്ടത്തുപോലും ഇല്ലായിരുന്നു. എന്നാലും നമ്മൾ നമുക്ക് ചിലപ്പോൾ മടുപ്പ് തോന്നും. മടുക്കാതെ നമ്മളങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ ഒരു ജോലിയിൽ നമ്മൾ ഇപ്പം നമ്മളുടെ കമ്പനിയിൽ ഒരു വർക്കിങ്ങിന് പോകുമ്പോൾ അതിൽ നമ്മൾ 100% നമ്മൾ ആ ഒരു സത്യസന്ധത പുലർത്തുന്നത് പോലെ ഇതിലും നമ്മളൊരു മുതലാളി തൊഴിലാളി എല്ലാം ആയിട്ട് നിന്ന് നമ്മളങ്ങ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പം നമുക്ക് ഒരുപാട് കുത്തുവാക്കുകളും ഒരുപാട് കളിയാക്കലുകളും ഒക്കെ നമുക്ക് കേൾക്കേണ്ടി വരും. എന്നിരുന്നാൽ പോലും ചിലപ്പം വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് എന്നുള്ള ഒരുപാട് ടോക്സൊക്കെ നിങ്ങൾക്ക് കേൾക്കേണ്ടിയൊക്കെ വരും. എന്നിരുന്നാൽ പോലും നമ്മളത് വർക്ക്ഡ് ആവുന്നിടം വരെ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ബിസിനസ് എല്ലാം അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താണ് നല്ല രീതിയിൽ എമൗണ്ട് ഇറക്കി ഇതുപോലെ വലിയ രീതിയിലൊക്കെ ബിസിനസ്സാക്കി എടുത്ത് എന്താണ് പ്രൊമോഷൻസൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ഒരുപാട് ക്യാഷ് ഉള്ളവരൊക്കെ അങ്ങനെ ഒരുപാട് ചെയ്യുന്നവരുണ്ട്. ഇപ്പം അല്ലാതെ നമുക്കിപ്പം സെയിൽ ചെയ്യാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ചക്ക ഉപ്പേരി കഴിച്ചുകൊണ്ടാട്ടോ ഇത് പാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അമ്മ വന്നിട്ട് എൻ്റെ പാത്രമൊക്കെ മേടിച്ചുകൊണ്ട് പോയി. അപ്പം ഇവിടെ ചക്ക ഇപ്പം പറിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കാണെങ്കിൽ ചക്കയുടെ ആ ഒരു ചക്ക വേവിച്ചതും എന്തൊക്കെയോ പറയുന്നത്, ചക്ക വേവിച്ചതും പിന്നെ അമ്മയാണെങ്കിൽ വെറുതെ ഇരുന്നപ്പോൾ ചക്ക ഉപ്പേരിയും ഉണ്ടാക്കി. ഇപ്പം നെക്സ്റ്റ് മന്തിൽ ചേച്ചിയും കുഞ്ഞൊക്കെ വരുന്നതാണ്. അത് അവൻ വരുമ്പോൾ അവൻ തിന്നാനൊന്നും കാണത്തില്ല, മിക്കവാറും ഞാനെല്ലാം തിന്നു തീർക്കും. അപ്പം അവന് വേണ്ടിയിട്ടൂടൊക്കെ കുഞ്ഞിന് വേണ്ടിയിട്ടൂടെ അവനിതൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ടൂടൊക്കെ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പം സെയിലിൻ്റെ കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം ആദ്യമൊന്നും നമ്മൾക്കിങ്ങനെ ഓർഡർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം എന്നുള്ള രീതിയിൽ ഒരു മത്സര മനോഭാവം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മളോട് തന്നെ മത്സരിച്ച് പോവുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് ഒരു മെസ്സേജ് വന്നായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അത് നോക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ഇരുന്ന് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഞാനും അങ്ങനെ കഴിവതും ഓർഡേഴ്സ് കുറച്ച് മാത്രമേ എടുക്കാറുള്ളൂ. കണ്ടമാനം അങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കും അങ്ങ് ഭയങ്കര ടെൻഷനാണ്. നമുക്കും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു എന്താണ് സ്ട്രെസ്സായിട്ട് വരും. അപ്പം പാക്കിങ്ങിൻ്റെ ബോക്സുകളൊക്കെ ആണെങ്കിൽ ഇപ്പം എനിക്കാണെങ്കിൽ അച്ഛൻ്റെ കടയിൽ നിന്ന് ഇതുപോലെ സംഭവങ്ങളിങ്ങനെ കിട്ടും. അപ്പം അച്ഛനൊരു കടയുണ്ട് സ്പെയർ പാർട്സിൻ്റെ. അപ്പോൾ അവിടെ സാധനങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ഇതുപോലെ എന്താണ് പാക്കിംഗ് ബോക്സുകളൊക്കെ ഇങ്ങനെ വരും. അവിടുത്തെ സാധനം അതുപോലെ തന്നെ നമുക്കാണെങ്കിൽ ബേക്കറിയിലൊക്കെ പോകുമ്പോഴും അതുപോലെ തന്നെ വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ആണെങ്കിലും ഇതുപോലത്തെ പാക്കിംഗ് ബോക്സുകളൊക്കെ മീൻസ് വേറെ സാധനങ്ങളൊക്കെ വന്നതിൻ്റെ കാർഡ്ബോർഡ് ബോക്സുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. വാങ്ങിക്കാനെന്നല്ല, ഇവിടെയൊക്കെ ആണെങ്കിൽ അത് എടുത്തുകൊണ്ട് പോയിക്കോളാൻ എന്നൊക്കെ പറയും. അങ്ങനെ പൈസയ്ക്കൊന്നുമല്ല ഇവിടെ കൊടുക്കുന്നത്. എനിക്കിപ്പോൾ പിന്നെ അച്ഛൻ്റെ കടയിലുള്ളത് കൊണ്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് എടുക്കും എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ ബബിൾ റാപ്പറൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മോത്തിയിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. വാങ്ങിച്ചിട്ടില്ല. എനിക്ക് ബബിൾ റാപ്പറൊക്കെ ഓൾറെഡി അച്ഛൻ്റെ കടയിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് അങ്ങനെ അങ്ങ് ആ ഒരു എക്സ്പെൻസ് അതിലങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ സെല്ലോ ടേപ്പ് ഭയങ്കര ഒരു മെനക്കെട്ടൊരു പണിയാട്ടോ ഇത്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാം ബോക്സിലാക്കിയാണ് അയക്കുന്നത്. അപ്പം അതാകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് അവിടെ അങ്ങ് ചെന്ന് പല്ല് ഇപ്പം റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും പല്ലിതാണ് ചിലച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാണാവോ. അപ്പം ഇപ്പം ബോക്സുകളൊക്കെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഒപ്പിക്കാം. ചിലരാണ് നമുക്ക് ഈ പാക്കിങ്ങിൻ്റെ ബോക്സുകളും പാക്കിങ്ങിൻ്റെ കവേഴ്സും നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. കവറിൽ അയക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് തോന്നുന്നു ബോക്സിൽ അയക്കുന്നതാണ്
നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കവറിൽ അയച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ കവറിൽ ഇതുവരെ അങ്ങനെ അയച്ചിട്ടില്ല. ഞാൻ കൂടുതലും ബോക്സുകളിലാണ് അയക്കുന്നത്. ഷിപ്പിംഗ് ചാർജ് നോർമൽ പോസ്റ്റാണ് രജിസ്റ്റേർഡ് ആണ് അയക്കുന്നത്. അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് ഇപ്പോൾ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിലെ ആളെന്ന് പറഞ്ഞേക്കുന്നത് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം നമ്മൾ കറക്റ്റായിട്ട് എഴുതിയില്ലെങ്കിൽ പുള്ളി ഇങ്ങനെ പുള്ളിയുടെ ഭാഷയിൽ ഇങ്ങനെ എന്തൊക്കെ പിറുപിറുത്തോണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മുടെ സ്റ്റിക്കറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ സ്റ്റിക്കർ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ സീൽ ഇറ്റപ്പ് ബൈ പാക്കിംഗ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ്. അവിടെ ഇതുപോലെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഹാൻഡ് മെയ്ഡ് എല്ലാം സ്റ്റിക്കേഴ്സും അതുപോലെ തന്നെ കാർഡ്സും ബിസിനസ് കാർഡ്സും കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ എൻ്റെ ടേബിൾ മൊത്തത്തിലൊരു അലങ്കോലമായി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. ഞാൻ ഒതുക്കി വെക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഭയങ്കര മടിച്ചിയായിട്ടുള്ള ഒരാളാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഒതുക്കി വെക്കുന്ന മൊത്തം അമ്മയാട്ടോ. അപ്പം ഇതിൽ നിന്ന് ലാഭം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സാധാരണ ബിസിനസ് ചെയ്യുന്ന പോലെ നമുക്ക് കുറച്ച് നമുക്ക് സ്റ്റേബിൾ ആവാൻ കുറച്ച് ടൈം എടുക്കും. നമ്മൾ ആദ്യമൊന്നും നമ്മുടെ മെറ്റീരിയലൊന്നും ഇല്ലാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഭയങ്കര പാടായിരിക്കും. പക്ഷെ നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്കത് പിന്നീട് അതൊരു ഈസി വേ ആയിട്ട് വന്നോളും. അതെല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ ജോലിക്ക് പോകുമ്പോഴും നിങ്ങളത് അങ്ങ് ഉപമിച്ചാൽ മതി. നമ്മളൊരു കമ്പനിക്ക് ജോലിക്ക് പോകുമ്പോൾ ഇവിടെ നമ്മളാണ് സ്വന്തമായിട്ട് മുതലാളി തൊഴിലാളി എല്ലാം വർക്ക് ചെയ്യേണ്ടത് എല്ലാം നമ്മളാണ്. അവിടെ നിന്ന് പറയുമ്പോഴത്തേക്കും സെപ്പറേറ്റ് ഒരു മാനേജറും ഒരു സിഇഒയും പിന്നെ നമ്മൾ അതിൻ്റെ അണ്ടർ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതാകുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും രണ്ടിനും സ്ട്രെസ്സുള്ള 2 ഫീൽഡുകളാണ്. പിന്നെ ലോൺ എടുത്തൊക്കെ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അല്ലാതെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ ഏകദേശമൊക്കെ ഒന്ന് ഒതുക്കി പറക്കിയൊക്കെ ഒന്ന് വെച്ചിട്ട് ഇടയ്ക്ക് ഞാൻ ഉപ്പേരിയും കഴിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ചക്ക ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഒതുക്കി പറക്കൊക്കെ ഇത്രയും കേട്ടോ. ഇനി അമ്മയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ജസ്റ്റ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.